UAE വന്നിട്ട് 4 മാസമായെങ്കിലും അങ്ങനെ റൂം മേക്കർ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ചെടികളൊക്കെ ഉണ്ടാക്കിയത് നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തോന്നി ഓക്കെ ഫ്രെയിം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. പക്ഷെ അഫോർഡബിൾ റേറ്റിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരു കുട്ടി അതിൻ്റെ ഒരു പേജ് എനിക്ക് അയച്ചിരുന്നത്. ഇത് എൻ്റെ പേജാണ്, എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറഞ്ഞു. പേജ് നോക്കിയപ്പോൾ ഒരുപാട് നല്ല നല്ല ഫ്രെയിംസും ഉണ്ട്, അഫോർഡബിൾ ആണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫ്രെയിമിൻ്റെ ഐഡിയ ഞാൻ കൊടുത്തു, ആള് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. 8 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിട്ടും ഒരു തവണ പോലും ഞങ്ങൾ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടില്ല. പക്ഷെ ഇതിലെ ഫ്രെയിംസ് കണ്ടപ്പോൾ എനിക്ക് ഓർഡർ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതിൽ ആദ്യത്തേത് ഈ ഒരു കലണ്ടറാണ്, നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഫ്രെയിമാണ് ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പം തന്നെ ആൾക്ക് കൊടുത്തു, കാര്യം അന്നേരം ഞാൻ ചിലപ്പോൾ നാട്ടിലായിരിക്കും. ഈ ഒരു പേജിൽ ഇനി ഒരുപാട് നല്ല നല്ല ഫ്രെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫെബ്രുവരി 4 വരെ മാത്രമാണ് വാലന്റൈൻസ് ഡേ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നുള്ളൂ. മാത്രമല്ല ഓൾ UAE ഓൾ ഇന്ത്യ ഒക്കെ ഡെലിവറി ഉണ്ട്. ഇതാണ് കേട്ടോ ഞാൻ കാത്തിരുന്ന ആ ഒരു ഐറ്റം. ഇതിനകത്ത് 9 ഫ്രെയിംസ് ആണ്, എല്ലാം ഒരുപോലെയാണ്. 8 ബ്ലാക്ക് ആൻഡ് വൈറ്റും 1 കളറുമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നിലത്തൊക്കെ വെച്ച് ഓർഡറൊക്കെ കൺഫേം ആക്കിയെങ്കിലും ഏത് ചുമരിൽ ഫ്രെയിം ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതാ ഈ സോഫയുടെ മുകളിലുള്ള ചുമരിൽ വെക്കാന്നുള്ളൊരു തീരുമാനത്തിൽ. അപ്പൊ ഇതേ ഇരിക്കുന്നു. നമുക്ക് കൊടുക്കുന്ന ഹുക്ക് ആണെങ്കിൽ വലുതാണ്, അത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വൃത്തി ഉണ്ടാവില്ല. പിന്നെ ഇതൊരു വെയ്റ്റ്ലെസ് ഫ്രെയിം ആയതുകൊണ്ട് നമുക്കൊരു ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. പിന്നെ 2 സൈഡും ടാപ്പൊക്കെ ഒട്ടിച്ച് ഇതാ ഫ്രെയിം ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇത് കാണുമ്പോൾ എളുപ്പമാണ് തോന്നിയെങ്കിലും ഇത് ചെരിയാതൊക്കെ ഇങ്ങനെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ടേപ്പോ സ്കെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി ഒരു കളർ ഫോട്ടോ കൂടി സെന്ററിൽ വെച്ചപ്പോഴത്തേനും ഞാൻ വിചാരിച്ച ആ ലുക്കൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. ഇനിയും കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് നാട്ടിൽ പോയി വന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.